പരിശുദ്ധ റമളാൻ നമ്മിൽ നിന്ന് യാത്രക്കൊരുങ്ങി നിൽക്കുന്ന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. സാധാരണഗതിയിൽ ഈ ഒരു സന്ദർഭത്തിൽ ആളുകളെ ഉണർത്താറുള്ള ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സംഭവം കൊണ്ട് തന്നെയാണ് നമ്മളും ഇന്ന് ആരംഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിലേക്ക് കയറുമ്പോൾ 3 തവണ അദ്ദേഹം ആമീൻ പറഞ്ഞു എന്ന ഒരു ചരിത്രം നമ്മളെല്ലാവരും പലവരും കേട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് പിന്നീട് എന്തിനായിരുന്നു അങ്ങ് ആമീൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ 3 കാര്യങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനക്കാണ് ഞാൻ ആമീൻ പറഞ്ഞത് എന്നാണ്. ഒന്നാമത്തെ കാര്യം, റഗിമ അൻഫു റജുലിൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ല അലയ്യ. എന്നെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ട് എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാത്ത ആളുകൾ അവർ നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ പ്രവാചകനെ അനുസ്മരിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലാത്ത വ്യക്തികൾ അവരെ അള്ളാഹു നശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. രണ്ടാമത്തത്, റഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാനു സുമ്മ അൻസലഖ ഖബല അൻ യുഗ്ഫറ ലഹു. ഒരാൾ റമളാൻ മാസത്തിലേക്ക് പ്രവേശിച്ചു, പക്ഷേ റമളാൻ കഴിഞ്ഞു പോയപ്പോഴും അയാളുടെ പാപങ്ങളൊന്നും കഴുകപ്പെട്ടിട്ടില്ല, കളയപ്പെട്ടിട്ടില്ല. അയാൾ പാപിയായി തന്നെ തുടരുകയാണ്. അങ്ങനത്തെ ഒരു വ്യക്തി, അയാളും നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. ഞാൻ ആമീൻ പറഞ്ഞു. മൂന്നാമത്തത്, റഗിമ അൻഫു റജുലിൻ അദ്റക ഇൻദഹു അബവാഹു അൽ കിബർ ഫലം യുദ്ഖിലാഹു അൽ ജന്ന. പ്രായമായ മാതാപിതാക്കൾ കൂടെ ഉണ്ടായിട്ടും അവരെ സേവിച്ചും സ്നേഹിച്ചും സേവനം ചെയ്തും സ്വർഗം നേടാൻ ശ്രമിക്കാത്ത വ്യക്തി, അയാൾ നരകത്തിൽ പ്രവേശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു എന്നാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം, റമളാൻ നമ്മുടെ മുന്നിലുണ്ട്. റമളാൻ മുന്നിൽ വെച്ചുകൊണ്ട് റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ നമുക്ക് അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ കഴിഞ്ഞിരുന്നോ? അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടുണ്ടാവും. എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ നമ്മുടെ പാപങ്ങൾ എണ്ണിപ്പൊറുക്കി നമുക്കതിൽ നിന്ന് പ്രായശ്ചിത്തം ചോദിക്കാൻ കഴിഞ്ഞിരുന്നോ? സ്വകാര്യ ജീവിതത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും പൊതുവ്യവഹാരങ്ങളിലും വ്യക്തികളുമായുള്ള ഇടപെടലുകളിലും അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമ്മൾ ചെയ്ത പാപങ്ങൾ എണ്ണിപ്പറഞ്ഞ് റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും പാപം പുറത്തു കിട്ടാൻ ഇസ്തിഗ്ഫാറിൻ്റെ പുറമേ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്യുകയും ചെയ്യാൻ നമുക്ക് പറ്റിയിരുന്നോ? അല്ലെങ്കിൽ കണ്ണ് നനഞ്ഞ് ഒരു തവണയെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നോ എന്ന ഗൗരവമുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. പാപങ്ങൾ നമ്മുടെ ഉള്ളിൽ ബാക്കി നിൽക്കുമ്പോൾ ഒരുപാട് നഷ്ടങ്ങളൊരു വ്യക്തിക്കുണ്ട്. അയാൾ പ്രസംഗവും ക്ലാസ്സും ഒക്കെ കേൾക്കുമ്പോൾ ഒന്ന് ഉഷാറാകണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പാപങ്ങളെ എടുത്തെറിയാത്തിടത്തോളം കാലം ഒരു വ്യക്തിക്ക് പുണ്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നാണ്. നേരത്തെ എവിടെയൊക്കെയോ നമ്മൾ ഈ പോയിന്റ് പരാമർശിച്ചു പോയിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാണ്, ഹറംതു ഖിയാമൽ ലൈലി മറത്തൻ ബിദംബിൻ അദ്നബ്തു. എനിക്കൊരു രാത്രി നിസ്കരിക്കാൻ പറ്റിയില്ല, ഞാൻ തെറ്റ് ചെയ്തത് കൊണ്ടാണത്. ഇമാം നവവി റഹിമഹുല്ലാഹ് എന്ന് പറയണേ ചരിത്രം കണ്ട അതിശക്തനായ മനുഷ്യൻ, യുഗപുരുഷനാണ് ഈ പറയുന്നത്, അല്ലേ? തൻ്റെ 43-ാമത്തെ വയസ്സിൻ്റെ ഉള്ളിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് അദ്ദേഹം. എന്നാൽ അദ്ദേഹം ഇടപെടാത്തൊരു മേഖലയില്ല. അദ്ദേഹം എഴുതിയ എല്ലാ പുസ്തകങ്ങളും പുതിയ കാലത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലാണ്. മുക്കിലിരിക്കുന്ന അട്ടത്തിരിക്കുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടില്ല. അത്രയും വലിയ മനുഷ്യനാണ് പറയണത്. ഞാൻ പാപം ചെയ്തതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു ഖിയാമുൽ ലൈൽ പോയി. അപ്പോൾ തറാവീഹുകളൊക്കെ നഷ്ടപ്പെടുന്നതിന് നമുക്ക് ചില കാരണങ്ങളൊക്കെ തോന്നുമെങ്കിലും നമ്മൾ ഗൗരവതരമായി ആലോചിക്കണം ഓരോരുത്തരും. ഇനിയുള്ള ദിവസങ്ങളിൽ തറാവീഹെങ്കിലും ഒന്ന് ചിട്ടപ്പെടുത്തി നിർവഹിക്കണം. പഠിച്ചോൻ അത്രേ ഉള്ളൂ കേട്ടോ, പഠിച്ചോൻ അത്രേ ഉള്ളൂ. പഠിച്ചോനോളം വിശാലതയും വിട്ടുവീഴ്ചയും മാപ്പ് തരുന്നാളും വേറെ ആരുമില്ല. മനസ്സിലായില്ലേ? മാപ്പ് തരുന്നാൾ വേറെ ആരുമില്ല. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നമ്മൾ ചിട്ടപ്പെടുത്തുക എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പാപം ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത്തരം ചില നഷ്ടങ്ങളുണ്ടാവും. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ്, യാ അബാ സഈദ് ഇന്നി അബീതു മുആഫിൻ. ഒരാൾ പറയാണ്, അബൂ സഈദിൻ്റെ അടുത്ത് വന്ന് പറയാണ്, ഹസൻ ബസ്രിയുടെ അടുത്ത് വന്ന് പറയാണ്, ഞാൻ ഇന്നലെ രാത്രി നല്ല ആരോഗ്യവാനായിരുന്നു. ഒഹിബു ഖിയാമൽ ലൈൽ, എനിക്ക് രാത്രി നിസ്കരിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ വഅദു തുഹൂരി, ഞാൻ ഒളുവൊക്കെ എടുക്കുകയും ചെയ്തു. ഫമാ ബാലി ലഅഖൂ, പക്ഷേ എനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല. ഒക്കെ റെഡിയായിട്ടു,
അല്ലേ? ഒക്കെ റെഡി ആയിട്ടും കാണാം, ചിലതൊക്കെ നമ്മളെ കയ്യിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ പാപത്തിന് ഇങ്ങനത്തെ വലിയൊരു പ്രശ്നമുണ്ട്. സുലൈമാനുദ്ദാറാനി പറയുന്നത്, ലാ തഫൂത്തു അഹദൻ സ്വലാത്തുൽ ജമാ ഇല്ലാ ബിദംബിൻ. നിങ്ങൾക്ക് ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ പാപമാണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങളെ ഷോപ്പാണ്, നിങ്ങളെ ട്രിപ്പാണ്, നിങ്ങളെ ജോലിയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ്. നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ പൊട്ടിച്ച് പുറത്തു വരാൻ കഴിയുന്നില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. അബൂ ജഅഫർ അൽ ബഖാൽ പറയുന്നത്, ദഖൽതു അലാ അഹ്മദ് ബിൻ യഹ്യ, അഹ്മദ് ബിൻ യഹ്യ എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ അടുത്ത് ഞാൻ പോയി. ഫറാഹിതുഹു യബ്കി ബുകാൻ കസീറ, അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് കരയുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തെ തന്നെ നിയന്ത്രിക്കാൻ പറ്റണില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മാ ഹാലുക്, എന്തു പറ്റി നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഫഅറാദ യക്തുമനി, അപ്പൊ എൻ്റെ അടുത്ത് അദ്ദേഹം ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ അദ്ദേഹത്തെ വിട്ടില്ല, അദ്ദേഹത്തെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഇന്നലെ രാത്രി ഓതാൻ പറ്റിയില്ല, ഞാൻ മനസ്സിലാക്കുന്നു അത് ഞാൻ ചെയ്ത പാപങ്ങൾ കൊണ്ടാണെന്ന്. ഞാൻ എനിക്കുള്ള പാരായണം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ശിക്ഷ തന്നിരിക്കുകയാണ് പടച്ചോൻ, എന്നെ ശിക്ഷിച്ചിരിക്കുകയാണ്, എനിക്ക് തൗബക്കുള്ള അവസരം ഉണ്ടാക്കി തന്നിരിക്കുകയാണ് എന്നാണ്. അപ്പോൾ അതാണ് ഒരു കാര്യം. പാപങ്ങൾ നമ്മൾ ഇസ്തിഗ്ഫാറിലൂടെ കരിയിച്ച് കളയിക്കാനുള്ള പണിയെടുത്തിട്ടില്ലെങ്കിൽ, പാപങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരാക്കിയിട്ടില്ലെങ്കിൽ, കണ്ണുകൊണ്ട്, കയ്യുകൊണ്ട്, മനസ്സുകൊണ്ട്, സംസാരം കൊണ്ട്, അങ്ങനെ നീണ്ടുകിടക്കുന്ന പാപങ്ങളുടെ കടലിൽ നിന്ന് ഈ റമദാൻ വന്നിട്ടും ശുദ്ധീകരിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നന്നാകണമെന്ന് വിചാരം ഉണ്ടാകും. പക്ഷെ ഒന്നിനൊരു ബെല്ലും ബ്രേക്കും കിട്ടൂല. ദുന്യാവും നല്ലടക്ക് നടക്കൂല, പരലോകത്തെ കാര്യവും നല്ല നിലക്ക് നടക്കൂല. ഒരു അസംതൃപ്തി എപ്പോഴും ഇങ്ങനെ ഹൃദയത്തിൽ തളം കെട്ടി നിൽക്കും. രണ്ടാമത്തത്, ആരാധനകൾക്കൊന്നൊരു രസം ഉണ്ടാവില്ല. ശരിക്കും ഈ ആരാധനകൾക്ക് വലിയ രുചിയുണ്ടല്ലോ അല്ലേ? കിസ്റയുടെ അടുത്ത് സന്ദേശവാഹകനായി പോയ സഹാബിയെ, പിന്നെ കള്ളപ്രവാചകനായിരുന്ന മുസൈലിമയുടെ അടുക്കൽ സന്ദേശവാഹകനായി പോയ സഹാബിയെ, ആ സന്ദേശവാഹകനായി ചെന്ന സഹാബിന്റെ കയ്യിൽ നിന്ന് പ്രവാചകന്റെ കത്ത് വാങ്ങണം. കത്ത് വാങ്ങിയപ്പോൾ മിൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല മുസൈലിമത്തുൽ കദ്ദാബ്, കള്ളനായ മുസൈലിമക്ക് സത്യപ്രവാചകനായ പ്രവാചകനിൽ നിന്നുള്ള കത്ത് കിട്ടിയപ്പോഴയാൾ ആകെ ചൂടായി. നിന്റെ അഭിപ്രായം ഇതാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ തളച്ച എണ്ണയിൽ നിർത്തിയെന്നാണ്. ഇത് പ്രസംഗം ഉഷാറാക്കാൻ വേണ്ടി ആരെങ്കിലും ചരിത്രത്തിൽ പറഞ്ഞല്ല. ഇങ്ങനത്തെ ഏത് ചരിത്രം കണ്ടാലും വ്യക്തിപരമായി ഞാൻ പറയാം, ഞാനത് സനത് പരിശോധിച്ചിട്ട് പറയാം. അൽഹംദുലില്ലാഹ്, ഈ കാലം വരെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോ തളച്ച എണ്ണയിൽ അദ്ദേഹത്തെ നിർത്തി. അപ്പോ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞപ്പോ മുസൈലിം അയാളോട് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, നീ ഇപ്പൊ പിന്മാറിയാലും റെഡിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ കരയണത് അതുകൊണ്ടല്ല, എനിക്ക് 100 ശരീരം ഉണ്ടായി, എൻ്റെ 100 ശരീരങ്ങളും നിങ്ങൾ തളച്ച എണ്ണയിൽ നിർത്തുകയാണെങ്കിൽ എൻ്റെ സ്വർഗത്തേക്കുള്ള വഴി അത്രയും വേഗത്തിലാകുമല്ലോ, അത് വൈകുമല്ലോ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. എങ്ങനെയാണ് നമ്മളെ പരിവർത്തിപ്പിച്ച, അല്ലെങ്കിൽ നമ്മൾ ഭരണഘടനയായി സ്വീകരിക്കുന്ന, ജീവിത മാർഗദർശിയായി സ്വീകരിക്കുന്ന ഖുർആനും പ്രവാചകനൊക്കെ തന്നെയാണ് അവരെ സൃഷ്ടിച്ചത്. അവർക്ക് ഇതിലൊക്കെ ഒരു ആസ്വാദനം ഉണ്ടായിരുന്നു, ഇതിലൊക്കെ അവർക്കൊരു ഹരം കിട്ടിയിരുന്നു, സുജൂദിൽ അവർക്കൊരു സുഖം കിട്ടിയിരുന്നു അല്ലേ? സുജൂദിൽ അവർക്കൊരു പ്രശ്നം വന്നാൽ ഉടനെ ഒരു നിസ്കരിക്കുകയാണ്, പ്രശ്നം വന്നാൽ അവർ നേരെ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. അവരൊരു സിഗരറ്റ് എടുത്ത് കത്തിക്കല്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ ടൂർ പോകല്ല, കോഴി ചൂടാൻ പോകല്ല. കോഴി ചൂടണ്ടാന്നോ ടൂർ പോകണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല. പക്ഷേ അവർ യഥാർത്ഥ പരിഹാരങ്ങളിലേക്ക് എത്താൻ അവരെ സംബന്ധിച്ചിടത്തോളം പറ്റിയിരുന്നു. നോക്കൂ നിങ്ങൾ, ലാ യജിദുൽ അബ്ദു ഹലാവത്തൽ ഇബാദത്തി, ഒരടിമക്കും ആരാധനയുടെ രുചി കിട്ടൂല. ബിരിയാണിക്ക് രുചിയുണ്ട്, കുഴിമന്തിക്ക് രുചിയുണ്ട്, അതേപോലെ ആരാധനക്ക് രുചിയുണ്ട് എന്നാണ്. അതാണ് നിർവഹിക്കുമ്പോൾ ഉള്ളിൽ കിട്ടുന്ന ഒരു കുളിരുണ്ട് എന്നാണ്, പിടിച്ചു നിൽക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്നാണ്. സ്വന്തം കുഞ്ഞിനെ കുളത്തുനിന്ന് മരിച്ചിട്ട് കിട്ടിയിട്ട് ഉമ്മ കയ്യിലുണ്ട് എടുത്തിട്ട്, ഉമ്മ മയ്യത്തിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഉമ്മ അവിടെ ഇരിക്കുകയാണ്, ഓതി ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലിങ്ങനെ ഇരിക്കുക. അപ്പൊ ഉമ്മാന്റെ ഉമ്മ, മരിച്ച കുട്ടിയുടെ വല്യമ്മ വിളിച്ചു, ഇങ്ങനെ എൻ്റെ മോൾക്ക് എന്തോ പറ്റിയിട്ട് മൗലവി, ഒന്ന് വന്ന് സംസാരിക്കണം കേട്ടോ. അപ്പൊ അവരുടെ അടുത്ത് പോയി നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കാതിരിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങളെയാണ് ഉമ്മ വിളിച്ചത് എന്ന് മനസ്സിലായി, ആരോടോ ഫോണിൽ സംസാരിക്കണേ ഞാൻ കേട്ടു. അപ്പം ഞാൻ നമ്പർ എടുത്ത് നോക്കിയപ്പോൾ നിങ്ങളാന്ന് മനസ്സിലായി, എന്തായാലും നിങ്ങൾ വന്നത് ഹൈറായി. മൗലവി, എനിക്ക് പിരാന്തായതൊന്നുമല്ല, ഞാൻ QHLSന്റെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചൊരു ഹദീസ് ഉണ്ട്. കുട്ടി നഷ്ടപ്പെട്ട ഒരു ആള്, സ്വന്തം കുഞ്ഞിനെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഒരാള്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സ്വർഗത്തിലൊരു വീടുണ്ട് എന്നാണ്. എൻ്റെ ഉള്ളു മുഴുവൻ വേദനയാണ്, ഞാൻ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്, എനിക്കത് കിട്ടണം, എൻ്റെ കുഞ്ഞിനേതായാലും എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ പടച്ചോനോട് ശുക്ർ പറയായിരുന്നു, എനിക്ക് 3 കുട്ടികളെ നീ തന്നില്ലേ, ഒന്നിനല്ലേ കൊണ്ടുപോയിട്ടുള്ളൂ എന്ന് ശുക്ർ പറയായിരുന്നു. അല്ലാതെ എനിക്ക് മനസ്സ് തെറ്റിയതൊന്നുമല്ല. ധൈര്യമായിട്ടിരിക്കാൻ പറയും മനോട്, എനിക്ക് സ്വബർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും എന്നാണ്. അത് ആസ്വാദനമാണ് സഹോദരങ്ങളെ. വീഴാൻ പോണ ആൾ പിടിച്ചുക്കൂലേ? വീഴാൻ പോണ ആള് ഒരു മരം കിട്ടുമ്പോൾ, ഒരു വടി കിട്ടുമ്പോൾ പിടിച്ചുക്കൂലേ? ആ പിടിച്ചു നിർത്തമാണ് ആ സ്ത്രീ നിൽക്കണത്. അല്ലെങ്കിൽ എന്നും സൈക്കാട്രി പേഷ്യൻ്റായി, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത്, അല്ലെ, ഭർത്താവ് എന്തോ ഒരു വാക്ക് പറയണേന് വീട് വിട്ടിറങ്ങണവരും, അതേപോലെ തന്നെ ആത്മഹത്യയിലേക്ക് പോണവരും, ബാപ്പാനോടും ഉമ്മാനോടും തെറ്റി പിടങ്ങി ഇറങ്ങണവരൊക്കെ നമ്മുടെ സമൂഹത്തിലില്ലേ? സ്വന്തം കുഞ്ഞും മരിക്കണോടത്തുനിന്ന് കയ്യിൽ കണ്ട് എടുത്തിട്ട് കുളത്തുന്നുണ്ട് എടുത്തിട്ട് കൊണ്ടുവരണവര്. അപ്പോ അത്തരമൊരു ഹലാവത്തിലേക്ക് ഒരു വ്യക്തിക്ക് എത്താൻ പറ്റുക അപ്പൊ തന്നെയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അന്നമിൻ ഉഖൂബത്തി ദംബി മഹ്വ ലദ്ദത്തി ദിക്ർ. ഈ ഇബാറത്ത് ഞാൻ അവിടെ നേരത്തെ വായിച്ചിട്ടുണ്ട്. എന്താ? ദിക്റിന്റെ രുചി കളയാന്നുള്ളതാണ് തിന്മ ചെയ്യണ ഏറ്റവും ആദ്യത്തെ കാര്യം. ദിക്റിന്റെ എല്ലാ ടേസ്റ്റും പോകും. ദിക്ർ ഉണ്ടാക്കുന്ന ഒരു വല്ലാത്തൊരു മനോനിലയുണ്ട്, അല്ലേ? ദിക്ർ ഉണ്ടാക്കുന്ന ഒരു വല്ലാത്ത അർത്ഥമറിഞ്ഞത് ചൊല്ലുമ്പോൾ അത് ഉണ്ടാക്കി തരുന്ന ഒരു വല്ലാത്ത മനോനിലുണ്ട്. അല്ലാഹുവേ, എന്നെ നീ ഇടത്തുനിന്ന് കാക്കണേ പടച്ചോനെ, എന്നെ നീ വലത്തുനിന്ന് കാക്കണേ പടച്ചോനെ, എന്നെ നീ മേലെന്ന് കാക്കണേ അല്ലാഹുവേ, എൻ്റെ നീ എൻ്റെ താഴത്തുനിന്ന് കാക്കണേ. സുബഹി കഴിഞ്ഞ് അദ്കാർ സുബാഹില്, അസർ കഴിഞ്ഞ് അദ്കാറുൽ മസായിൽ ഒരു വ്യക്തി നടത്തുന്ന പ്രാർത്ഥനയാണിത്. അല്ലാഹുവേ, എന്നെ നീ മടിയിൽ നിന്ന് കാക്കണേ പടച്ചോനെ. അല്ലാഹുമ്മ അഊദു ബിക മിനൽ കസൽ വമിൻ സുഇൽ കിബർ. അഹങ്കാരത്തിന്റെ അബദ്ധത്തിൽ നിന്ന്, നമ്മളെ ഉള്ളിലുള്ള ഈഗോ എന്തൊക്കെ അപകടം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കച്ചവടം പൊട്ടിയത്, പാർട്ട്ണർ പിരിഞ്ഞത്, നമ്മളുടെ കൂടെ വന്ന ക്ലയന്റിനോട് തല്ലുണ്ടാക്കിയത് നമ്മുടെ കിബറോണ്ടാണ്. രാവിലെ അതിന് ലോക്ക് ഇട്ടിട്ട് ഇറങ്ങാനാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അല്ലേ? അതിന് ലോക്ക് ഇട്ടിട്ട് ഇറങ്ങാനാ പറഞ്ഞത്. നമുക്ക് എത്ര ആൾക്ക് അദ്കാർ സബ അദ്കാറുൽ മസാക്ക് നമ്മളെ മെമ്പർമെന്ന് എത്ര വട്ടം കേട്ടിട്ടുണ്ട്, എത്ര ആൾക്ക് അത് പകർത്താൻ പറ്റിയിട്ടുണ്ട്, എത്ര ആൾക്ക് അത് ജീവിതാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നും വേണ്ട സഹോദരന്മാരെ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പറ്റിയിട്ടുണ്ടോ? അതെന്താ കാരണം? ദിക്റുകളുടെ രുചി പോകും എന്നത് തന്നെയാണ്. ഇനി പ്രതിസന്ധികൾ നേരിടുന്നുള്ളതാണ്. തിന്മ ജീവിതത്തിലുള്ള ആളുകൾ ഇങ്ങനെ പടച്ചോ ഇങ്ങനെ മേടിയും കൊണ്ടുക്കും കേട്ടോ. തിന്മ നന്മ ചെയ്യണ പോലെ പടച്ചോ പരീക്ഷിച്ചു കൊടുക്കും, അല്ലാത്തവളെ പടച്ചോ ശിക്ഷിച്ചു കൊടുക്കും. രണ്ടും രണ്ടെന്നെയാണ്. എന്താ അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നൊക്കെ മാറിപ്പോണ ആളുകളെ അള്ളാഹു കുടുസതയിലാക്കും എന്നാണ്. സലഫുകൾ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നി ലാഅസി അല്ലാഹ, ഞാൻ അള്ളാഹുവിനെ ധിക്കരിക്കും, അള്ളാഹുവിനോട് ഞാൻ തെറ്റ് ചെയ്യും. അറാദാലിക ഫീ ഖുൽഖി ദാബതി വംറഅതി, ഞാൻ ചെയ്ത തെറ്റിന്റെ പ്രതികരണം എൻ്റെ യാത്രാവാഹനത്തിലും എൻ്റെ പെണ്ണുങ്ങളെടുത്തും ഞാൻ കാണും, എൻ്റെ ഭാര്യൻ്റെ അടുത്തും ഞാൻ കാണും, ഓലെ പെരുമാറ്റത്തിൽ ഞാനോട് കാണുന്നതാണ്. അവിടെ മുതൽ തുടങ്ങും പ്രയാസം എന്നാണ്. നമ്മൾ ചെയ്യുന്ന തിന്മകളുടെ കൂമ്പാരങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധിയാണിത്. അള്ളാഹുവിലേക്ക് ആരാധനകൾ നിർവഹിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മനസ്സിന് വിശാലത കിട്ടും. മനസ്സിനൊരു സ്വസ്ഥത കിട്ടും. അല്ലദീന ആമനൂ തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹി അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നന്മയും അങ്ങനെയാണ്. അയാളുടെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല, 5 പൈസക്ക് ഉണ്ടാവില്ല, പക്ഷേ അയാൾ രാജാവായിരിക്കും, അയാൾ കോടീശ്വരനായിരിക്കും. എന്തിൻ്റെ കാര്യത്തിൽ? മനസ്സിന്റെ സുഖത്തിന്റെ കാര്യത്തിൽ. എന്താലോചിച്ചാലും മൂപ്പർക്കൊരു സുഖമാണ് കേട്ടോ. എന്താലോചിച്ചാലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പടച്ചോൻ അയാൾക്ക് കൊടുക്കുക എന്താ? ആശ്വാസത്തിന്റെ ഒരു ചിന്തയാണ് കൊടുക്കുക. ഉറങ്ങാൻ ഭയങ്കര വീടും ഭയങ്കര സെറ്റപ്പും നല്ല AC-യും നല്ല കുഷ്യനൊക്കെ ഉണ്ട്. ഊരവേദന വരാതിരിക്കാൻ വേണ്ടി സ്പെഷ്യലായി തിരഞ്ഞെടുത്ത ബെഡും ഒക്കെ ഉണ്ട്. പക്ഷേ ഉറങ്ങണില്ല, തലങ്ങും വിലങ്ങും തിരിഞ്ഞു കിടക്കുകയാണ്, എണീറ്റ് നിൽക്കുകയാണ്, നടക്കുകയാണ്. എന്താ കാര്യം? ഒരു ചെറിയ കാര്യം മതി സഹോദരന്മാരെ, ഒരു കുഞ്ഞ കാര്യം മതി, മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു സിമ്പിൾ ഒരു കാര്യം മതി, അല്ലേ? എല്ലാം ഉണ്ടായിട്ട് എന്താ? പോലീസും കയറി വരുമല്ലോ. ഇപ്പോൾ പോലീസും കയറി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ രാത്രിയിലെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എന്താ മോനെ MDMA ഉപയോഗിക്കുന്ന ആളാന്ന് അറിഞ്ഞിട്ട് പോലീസും ഏറ്റവും വലിയ മഹലിന്റെ തറവാടിയായ കുടുംബത്തിലെ വ്യക്തിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. തളർന്ന അവശനായി അയാളുടെ അനിയനും ഫോണിൽ വിളിക്കുമ്പോൾ അവർക്ക് സങ്കടം നിർത്താൻ പറ്റണില്ല. മലവി ഒരു പേരും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഞാനതിൽ അഭിമാനിച്ചിരുന്നു. പേരിനും പ്രശസ്തിക്കും വലുപ്പം കൂടുന്നതിനനുസരിച്ച് മാനക്കേടിന്റെ വലുപ്പം കൂടുന്ന എനിക്ക് മനസ്സിലായി. അയാളുടെ വാചകമാണ്, മനസ്സിലായില്ലേ?
എന്തുണ്ടായിട്ട് എന്താ സഹോദരന്മാരെ? ആ കുടുംബത്തിൽ നിന്ന് ആരാ പെണ്ണെടുക്കുക, ആരാ പെണ്ണ് കെട്ടുക, ആരാ കൊടുക്കുക? വല്ലാത്ത സ്ഥിതിവിശേഷത്തിലൂടെയാണല്ലോ കാര്യങ്ങൾ പോണത്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകും. നമുക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകും. അത് എന്ത് ചെയ്യും? അനുഗ്രഹങ്ങളെ കളയും. ഒരു ജനത, അവർക്ക് അനുഗ്രഹ വർഷങ്ങൾ എല്ലായിടത്തു നിന്നും ഉണ്ടാകും. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ നിഷേധിച്ചപ്പോൾ ഭയത്തിന്റെ, വിശപ്പിന്റെ വസ്ത്രം കൊണ്ടവരെ മൂടിക്കളഞ്ഞു റബ്ബ് എന്നാണ്. അപ്പോ ഓരോ ബിസിനസ്സും പുതിയത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഓരോ പദ്ധതിയും പുതിയത് ഓപ്പൺ ആകുമ്പോൾ, ഓരോ മാസം പ്രോഫിറ്റിലോടുമ്പോ, അല്ലെ, ഓരോ കാര്യം ഉണ്ടാകുമ്പോൾ, ഓരോ പുതിയ കുഞ്ഞും ജനിക്കുമ്പോൾ ഒക്കെ പടച്ചോനുള്ള ശുക്ർ വേറെ വേറെ കൊടുക്കുക. ഒരു സുജൂദും എന്ന് തുടങ്ങി, ഇവരറിഞ്ഞ അവിടെ സുജൂദിൽ വീഴുക. മനസ്സിലായില്ലേ? ഈ മാസത്തെ ക്ലോസിങ് നഷ്ടല്ല എന്നറിഞ്ഞ ഉടനെ സുജൂദിൽ വീഴുക. 10 റുപ്യ ഏറെ കിട്ടിയെന്ന് തോന്നിയ സുജൂദിൽ വീഴുക. നമ്മളെ പേപ്പർ നീങ്ങി എന്നറിഞ്ഞാൽ സുജൂദിൽ വീഴുക. പിന്നെ അള്ളാഹുവിനുള്ള ശുക്ർ അടിമകൾക്കുള്ള സേവനങ്ങളായി കൊടുക്കുക. അപ്പം എന്ത് ചെയ്യുന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൂട്ടി തരും. ഇനി ദീനിലെ അറിവ് മാഞ്ഞു പോകുന്നതാണ്. ദീനിലുള്ള അറിവുകൾ ഓരോന്നും മാഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ്. അലീബിനു ഖർഷം റഹിമഹുള്ള പറയാണ്, സഅൽതു വകീഅൻ അൻ ദവാഇൽ ഹിഫ്ളി, ഹിഫ്ളാകാത്ത പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാലിക് റഹിമഹുള്ള എൻ്റെ ഉസ്താദാണ്, അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്നി അറാ അന്നല്ലാഹ ഖദ് അൽഖാ അലാ ഖൽബിക നൂറാ, മോനെ നിന്റെ ഹൃദയത്തിൽ അള്ളാഹു വെളിച്ചത്തെ ഇട്ട് തന്നിട്ടുണ്ടെന്ന് നിന്നെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഫലാ തുത്ഫിഉഹു ബിദുൽമത്തിൽ മഅസിയ, പാപത്തിന്റെ ഇരുട്ടുകൊണ്ട് നീ ഒരിക്കലും അതിനെ കെടുത്തരുത് എന്ന് ഇമാം മാലിക് റഹിമഹുള്ള എന്നെ വിളിച്ചു പറഞ്ഞ കാര്യമാണ് നിങ്ങളോട് എനിക്ക് പറയാനെന്നാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ദിക്ർ ഓർമ്മയിലെക്കണില്ല, ഖുർആൻ ഓർമ്മയിലെക്കണില്ല. എന്താ? തിന്മ, അധാർമികതയും നന്മയും ഒരു സ്ഥലത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയില്ല എന്നാണ്. ഉപജീവനം മുടങ്ങുമെന്ന് പഠിപ്പിച്ചു. അള്ളാഹിനെ സൂക്ഷിക്കണോൽക്ക് അള്ളാഹ് അങ്ങനെ വഴി ഉണ്ടാക്കി തരും. നമുക്ക് തെളിഞ്ഞു വരുന്ന വഴിയൊക്കെ നമ്മൾ ചെല്ലുന്ന തസ്ബീഹും തഹ്ലീലൊക്കെയാണ് സഹോദരന്മാരെ. മനസ്സിലായില്ലേ? നമുക്ക് തരുന്ന തസ്ബീഹും തഹ്ലീലുമാണ്. അതില്ലാതാകുമ്പോൾ അതിൽ നിന്ന് നഷ്ടവും സംഭവിക്കും എന്നാണ്. ഇനി മാത്രല്ല, ലജ്ജ നഷ്ടപ്പെടുമെന്ന് പഠിപ്പിച്ചു. ലജ്ജ നഷ്ടപ്പെടും. തിന്മകൾ ചെയ്ത് ലജ്ജ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നാണ്. മാത്രമല്ല, ശിക്ഷകൾ അവതരിക്കും. ഭൂമിയിൽ തിന്മകൾക്കുള്ള നഷ്ടം എന്താ? അള്ളാഹു മനുഷ്യരെ ഭൂമിയിലേക്ക് ആഴ്ത്തിയിട്ടുണ്ട്, ചരൽ വർഷം ഉണ്ടായിട്ടുണ്ട്, മുക്കിക്കൊന്നിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ കാരണം പാപമാണ്. മനുഷ്യന്റെ ബർക്കത്തുകളെ അള്ളാഹു റാഞ്ചിയെടുത്തിട്ടുണ്ട്. ഒക്കെ നല്ലൽക്ക് പോകുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഒരു GST വിസിറ്റ്, ഒരു GST ഓഫീസർ വിസിറ്റ്, ഖലാസ് ഒരേ പ്രവാസിയാണ്. രാവിലെ വന്നപ്പോൾ മെയിൽ തുറന്ന് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഇത്രാം തീയതി വരെ ഇവിടെ ഉള്ളു ജോലി, നിങ്ങളുടെ റെമ്യൂണറേഷനൊക്കെ വാങ്ങിയിട്ട് അടുത്തൊരു ജോലിയെ കുറിച്ച് ചിന്തിച്ചോളൂ. ഇത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ മൃഗത്തിലും എൻ്റെ ഭാര്യയിലും അത് കാണുന്നു. മേലുദ്യോഗസ്ഥൻ, ഖലാസ്, കഴിഞ്ഞു കേട്ടോ. അപ്പോ ഈ മഹാപാപങ്ങളിൽ നിന്ന് മനസ്സിനെ ശുദ്ധീകരിക്കാൻ പടച്ചോൻ തന്ന സമയമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത്. ആ റമദാനിനെ നമ്മൾ ആ നിലക്ക് ഉപയോഗിക്കണം. അപ്പോൾ പാപങ്ങൾ പുറത്ത് കിട്ടുന്നിടത്തുള്ള കാര്യങ്ങൾ കൂടി പറയാം. ഒന്ന് ഇസ്തിഗ്ഫാറും തോബിയാണ്. ജനങ്ങളിൽ ഏറ്റവും ബലഹീനനാരാ? ജനങ്ങളിൽ ഏറ്റവും ബലഹീനൻ എന്താ? സ്ട്രോക്ക് വന്നിട്ട് സ്വന്തം കയ്യും കാലും അനക്കാൻ കഴിയാത്ത, സ്വന്തം മുഖത്ത് വന്നിരിക്കണ ഈച്ചനാട്ടാൻ കഴിയാത്ത ആളാണോ? തന്നെ ഇവിടെയൊക്കെ ഓക്കെയാണ്, ബാക്കിയൊക്കെ ഓഫായി കിടക്കുകയാണ്. അപ്പൊ ഇവിടെ ഒന്ന് ഈച്ച ഇരുന്നാൽ ഇത് ആട്ടാൻ പറ്റൂല. ഒന്ന് വരീ എന്ന് പറയാണ് കേട്ടോ. ഞാൻ കണ്ണോണ്ട് കണ്ട കാര്യങ്ങളോട് പറയണേ. 10ാം ക്ലാസ്സിൽ ആക്സിഡന്റ് ആയ ഒരു സുഹൃത്ത്. അപ്പോ എന്തേ? ഒന്നല്ല. അപ്പം ഉമ്മ വന്നിട്ട് ഇങ്ങനെ ഒക്കെ മിന്നി കൊടുത്തു. അവനാണോ ഏറ്റവും ദുർബലൻ? അവനല്ല കേട്ടോ. പിന്നെ ആരാ? പിന്നെ ദുആന്റെ കാര്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്തവനാണ്. ഇരുന്നിട്ട് റബ്ബിനോട് വർത്താനം പറയാൻ കഴിയാത്തവനാണ്. അപ്പോൾ തന്നെ ചിന്ത മാറിപ്പോവും. പിന്നെ അവിടെ അത് ഉപേക്ഷിക്കും, പ്രാർത്ഥന ഉപേക്ഷിക്കും. അവനാണ് ഏറ്റവും ദുർബലൻ എന്നാണ്.
ജനങ്ങളിൽ ഏറ്റവും പിശുക്കനാരാ? സലാം പറയാൻ പിശുക്കണോനാണ് എന്നാണ്. അതുകൊണ്ട് പ്രാർത്ഥന നമ്മൾ സ്ഥിരമാക്കുക, പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. എനിക്ക് വളരെ ആവേശപൂർവ്വം നെഞ്ചിൻ കൂട്ടിൽ നിന്ന് എപ്പോഴും പറയാൻ തോന്നുന്ന കാര്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന തന്നെയാണ്. നിങ്ങൾ ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ടാവും. ഇത് ഓർമ്മയൊക്കെയാണ് ഞാൻ പിന്നെയും. 90 വയസ്സായ ഒരു മനുഷ്യൻ പടച്ചോനെ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ എന്ന് പറയണം, എനിക്ക് കുഞ്ഞുങ്ങളെ തരണേ. പടച്ചോനെ 2 കുട്ടികളെയാണ് കൊടുത്തിട്ട്, 2 മക്കളെയാണ് കൊടുത്തിട്ട് എന്ത് ചെയ്തു? പ്രാർത്ഥനയ്ക്ക് നമ്മൾ പറയുന്ന മാനദണ്ഡങ്ങളൊന്നും പ്രസക്തമല്ല എന്ന് തെളിയിച്ചു. നമ്മൾ പറയുന്ന മാനദണ്ഡങ്ങളൊന്നും, അതിപ്പോൾ ഇനിയിപ്പോൾ കുട്ടികൾ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഈവൻ മെൻസസ് പീരീഡ് അവസാനിച്ചൊരു സ്ത്രീ അവർ കുട്ടിനെ ചോദിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. എന്താ കാര്യം? പടച്ചോൻ കുട്ടിനെ കൊടുത്തിട്ടില്ലെങ്കിലും കുട്ടി ഉള്ളതുപോലത്തെ ഒരു സംരക്ഷണം അവർക്ക് കൊടുക്കും. മനസ്സിലായില്ലേ? അതാണ് പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവോട് ശരിയായ ഇസ്തിഗ്ഫാർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക. ശരിയായ ഇസ്തിഗ്ഫാറിന് യഥാർത്ഥത്തിൽ വലിയ ഗുണഫലങ്ങളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഇസ്തിഗ്ഫാറിൻ്റെ ഏറ്റവും മഹത്തരമായ ഗുണങ്ങൾ, അതിനെ ഓരോന്നിനെയും നമ്മൾ ഉൾക്കൊള്ളും. നമ്മൾ വിശദമായി തന്നെ നേരത്തെ ആ വിഷയങ്ങൾ നമ്മളെ ഖുത്ബയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇസ്തിഗ്ഫാറിൻ്റെ കാലമാണ്. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുവേ, നിനക്ക് അഫ്വ് ഇഷ്ടമാണ്, നീ അഫ്വ് ചെയ്യുന്നവനാണ്, ഞങ്ങൾക്ക് നീ പുറത്തു കൊണ്ടാ. രാത്രി മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പകൽ തെറ്റ് ചെയ്തവൻ്റെ പാപം പൊറുക്കാൻ കാത്തു നിൽക്കുന്നു. പകൽ മുഴുവൻ രാത്രി തെറ്റ് ചെയ്തവൻ്റെ പാപം പൊറുക്കാൻ കാത്തു നിൽക്കുന്നു. പക്ഷേ അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് മനുഷ്യൻ പറയണില്ല. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് അറിഞ്ഞുകൊണ്ട് പറയുന്നില്ല. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ എത്രയെത്രയോ പദവികളെ അവന് ഉയർന്നു കിട്ടുന്നുണ്ട്. അത്തരമൊരു കാര്യം പക്ഷേ അവൻ ശ്രദ്ധിക്കുന്നില്ല എന്നാണ്. വഹുവല്ലദീ യഖ്ബലു തൗബ അൻ ഇബാദിഹി. അടിമയുടെ തൗബ സ്വീകരിക്കുന്നവൻ അവനാണ്. വയഅഫു അനി സയ്യിആത്ത്. അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനും അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവനും അള്ളാഹുവാണ് എന്നാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വബശിർ ഇബാദ്. അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞു. എന്താ? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഞാനൊക്കെ ഇപ്പം നേരിട്ട് പ്രാർത്ഥിച്ചാൽ എങ്ങനെ പാപം പൊറുക്കുക? ഞാനൊന്നും നേരിട്ട് പ്രാർത്ഥിച്ചാൽ പാപം പൊറുക്കൂല എന്നുള്ളൊരു ചിന്ത ശൈത്താൻ മനുഷ്യന്മാരുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടാണ് ആളുകൾ തൗഹീദിൽ നിന്ന് തെറ്റിക്കണത്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിലും പടച്ചറബ് പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിലും വേറെ ആരൊക്കെയോ ഇടയാളന്മാരാക്കി നിർത്തി പോകണം എന്നുള്ളൊരു ചിന്തമ്മയാണ് യഥാർത്ഥത്തിൽ ശിർക്കൊക്കെ വരുന്നത്. എന്നാൽ അത്തരം മനുഷ്യർക്ക് മുന്നിലാണ് ഒരു താഴ്വാരം മുഴുവൻ പാപവുമായി വന്നാലും അത് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിൽ തട്ടിയാണ് അവൻ പശ്ചാത്തപിച്ചതെങ്കിൽ അത് മുഴുവൻ നന്മയാക്കി കൊടുക്കും. വ്യക്തികളോടുള്ള കാര്യത്തിൽ മാത്രം പ്രശ്നമുണ്ട്. വ്യക്തികളോടുള്ളത് അവരോട് അഫ്വിനെ ചോദിക്കണം. മാപ്പ് ചോദിക്കാനും വിട്ടുവീഴ്ച ചോദിക്കാനും സുഹൃത്തുക്കളെ ഒരു മടിയും കാണിക്കേണ്ടതില്ല. ഒരാൾ വിട്ടുവീഴ്ച ചോദിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ അവനെ ഉയർത്തുക മാത്രമേ ചെയ്യുള്ളൂ. ഒരു താഴ്ച, ഒരു പരാജയവും വരില്ല കേട്ടോ. മനുഷ്യന്മാരുടെ മനസ്സിലും അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിലും അതുകൊണ്ടൊരു നഷ്ടം വരാനില്ല. അതുകൊണ്ട് നമ്മൾ ശരിക്കും ആലോചിക്കുക, ഏതെങ്കിലുമൊക്കെ വ്യക്തിയോട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമുക്ക് അഫ്വ് ചോദിക്കാനുണ്ടോ? ഈ നോമ്പ് കഴിഞ്ഞു പോയിട്ട് നമുക്ക് ഇസ്തിഗ്ഫാർ നിർവഹിച്ച് അള്ളാഹുവിൽ നിന്ന് കുറ്റമുക്തരാകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അങ്ങനത്തെ മനുഷ്യർ നശിക്കട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അതിന് ആമീൻ പറഞ്ഞു എന്നാണ്. അത് ചെറിയ കാര്യമല്ല. അടുത്ത റമദാനിൽ നമ്മൾ ജീവിക്കുന്ന ഒരു ഉറപ്പില്ല. സംസാരത്തിൽ ഉമ്മയോട്, ഉപ്പയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, സഹപ്രവർത്തകരോട്, അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് വിട്ടുവീഴ്ച ചോദിക്കാനുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി ചോദിക്കുക, കൃത്യമായി പറയാം. ഒരു എന്താ പറയുക, ഒരു ക്ലീശി ആയിട്ടുള്ളൊരു വാട്സപ്പ് മെസ്സേജ് പിന്നെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്ക് കണ്ട് അയച്ചിട്ട് കണ്ട് രക്ഷ ചോദിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞ്. നേരെ മറിച്ച് വ്യക്തിപരമായി അവരെടുത്ത് പോയി കാണുക, സംസാരിക്കുക, തിരുത്തുകൾ വരുത്തുക, ബന്ധങ്ങളെ ക്ലിയറാക്കാൻ നോക്കുക. മറ്റൊരു കാര്യം എന്താണെന്നറിയോ? മറ്റൊരു കാര്യം സ്വതക്കയാണ്. സ്വതക്ക കൊടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ സ്വതക്ക കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ്. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യാത്ത്. നന്മകൾ തിന്മയെ മായ്ച്ചു കളയും. അപ്പോൾ അത് ധാരാളം ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. എന്താ? ഒന്ന്, സ്വതക്ക ചെയ്താലുള്ള ഗുണം ഞാൻ പറയാം. 6 ഗുണങ്ങൾ പറയാം. ഒന്ന്, നമുക്ക് വരാനുള്ള ദുരന്തം അള്ളാഹു ഒഴിവാക്കി തരും. റഫ്ഉൽ ബലാ, ദുരന്തം ഒഴിവാക്കി തരും. നമ്മൾ ആക്സിഡൻറ്റ് പെടേണ്ടതായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട് തകർന്നു വീഴേണ്ടതായിരുന്നു ഇടിയിലും മഴയിലും കാറ്റിലൊക്കെ, അല്ലെങ്കിൽ ക്യാൻസർ വരേണ്ടതായിരുന്നു,
നിയ്യത്താക്കണം, പഠിച്ചോനെ അങ്ങനത്തെ എല്ലാ ദുരന്തത്തൊന്നും കാത്തു രക്ഷിക്കണേ എന്നുള്ള നിയ്യത്തോടു കൂടെ സ്വതക്ക കൊടുത്താൽ അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ദുരന്തങ്ങളെ മാറ്റുന്നു. ഒരു റേഡിയേഷന്റെ ചെലവ്, ഒരു കീമോന്റെ ചെലവൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഒരു കീമോന്റെ ചെലവൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി, അപ്പോൾ മനസ്സിലാവും. ഇനി രണ്ടാമത്തത് സിയാദത്തുൽ ബറക്ക. സ്വതക്ക ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന രണ്ടാമത്തെ നേട്ടതാണ്. സ്വതക്കാരുടെ ഭയങ്കര സംഭവമായി കാണണ്ട. ഓരോരുത്തരും അവരുടെ ലെവൽ അനുസരിച്ചാണ് കൊടുക്കട്ടെ. അത് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു. മക്കത്തെനിക്ക് അവർ തന്ന കൈക്കുമ്പിളിന് പകരം ഇപ്പം നിങ്ങൾ ഉഹദ് മല തന്നാലും ആകൂല. അങ്ങനെയുണ്ട് ചില സമയങ്ങൾ, ചില കാര്യങ്ങൾ, ചില വിഷയങ്ങൾ, ചില സന്ദർഭങ്ങൾ. അപ്പോൾ നമ്മൾ നമ്മുടെ പരമാവധി ചെയ്ത പടച്ചോൻ്റെ അടുത്തുള്ള കണക്ക് കൈക്കുമ്പിളാവൂല എന്നതിൻ്റെ അർത്ഥം. അത് ഉഹദ് മലയോളായിരിക്കും എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ പറ്റണ മാതിരി പറ്റണ പോലെ കൊടുത്ത് ശീലാകുക. 1 ഉറുപ്പ്യാണ് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ 1 ഉറുപ്പ്യ കൊടുത്ത് ശീലാകുക. 1 കോടിയാണ് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ 1 കോടി കൊടുത്ത് ശീലാകുക. നോക്കൂ നിങ്ങൾ, അപ്പം എന്ത് ചെയ്യും? നമ്മളെ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചത്. നമ്മളടുത്തുള്ള പൈസ 500 ആണെങ്കിലും 5000 ആണെങ്കിലും 50,000 ആണെങ്കിലും 50 ലക്ഷം ആണെങ്കിലും ഒക്കെ പടച്ചോൻ 50 ലക്ഷത്തിൻ്റെ ഗുണം ഈ 500-ൽ ഉണ്ടാകട്ടെ എന്ന് തീരുമാനിച്ചാൽ അതങ്ങനെ നടക്കും. അതാണ് എൻ്റെ സംഭവം. അതിനാണ് ബർക്കത്ത് പറയുന്നത്. ബർക്കത്ത് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ആ ബർക്കത്ത് നമുക്ക് കിട്ടണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ അറിയോ? ഇരട്ടിയായി കിട്ടുന്നതാണ്. പടച്ചോന് കൊടുക്കുന്നത് ഇരട്ടിയായിട്ട് പടച്ചോൻ തിരിച്ചു തരും. അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും സമ്പത്തിനെയും അത് ശുദ്ധീകരിക്കും. തത്വീഹുറു നഫ്സി വൽ മാൽ. അതുപോലെ തന്നെ ഇത്ഫാഉ ഗളബിർ റബ്ബ്, അള്ളാഹുവിൻ്റെ കോപം അത് കെടുത്തിക്കളയും. അതുകൊണ്ട് സ്വതക്കനെ നമ്മൾ അങ്ങനെ തന്നെ കാണാം. സ്വതക്ക 2 നിലക്കുള്ള സ്വതക്കകളുണ്ട്. ഒന്ന് എന്താണ്, ആ സ്വതക്ക കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന കാര്യത്തിന് മാത്രം അത് ഉപകരിക്കും. അപ്പം നമ്മളെ ഒരാളെ ചികിത്സയുടെ കാര്യത്തിൽ സഹായിക്കണം, ആ ചികിത്സയുടെ കാര്യത്തിൽ അയാൾക്ക് ഉപകരിക്കും. അതിൻ്റെ ഗുണം അയാൾക്ക് കിട്ടും, അതിൻ്റെ ഒരു ഓഹരി നമുക്ക് കിട്ടും. എന്നാൽ സ്വതക്ക ജാരിയ എന്നുള്ളൊരു ഇനം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ സ്വതക്ക ജാരിയ എന്നൊന്ന് നിലനിൽക്കുന്ന സ്വതക്ക? അള്ളാഹുവിൻ്റെ റസൂല് ആ സ്വതക്ക പഠിപ്പിച്ചത് എന്തെല്ലാം കാര്യത്തിലാണ്? നാഫിആയ ഇൽമിനു വേണ്ടി നൽകുന്ന സ്വതക്ക. നാഫിയായ ഇൽമ് സ്വതക്കയിൽപ്പെട്ടതാണ്, ജാരിയായ അമലിൽപ്പെട്ടതാണ്. നാഫിയായ ഇൽമ്, ഉപകാരപ്പെടുന്ന ഇൽമ്. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു പോയിന്റ് പഠിപ്പിച്ചു, അത് നിങ്ങൾ പകർത്തി നിങ്ങളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു, അവരവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. തലമുറകൾ നീണ്ടു നിൽക്കുകയാണത്. അതുപോലെ കിണർ കുഴിച്ചു കൊടുക്കൽ അല്ലേ, പള്ളികൾക്ക് കൊടുക്കുന്നത്, മദ്രസകൾക്ക് കൊടുക്കുന്നത്, അങ്ങനത്തെ ദാനധർമ്മങ്ങൾ കേട്ടോ. ഞാൻ അനുബന്ധം ഇവിടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പള്ളിയുടെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നമ്മളുടെ നിർമ്മാണത്തിൽ നമ്മൾ കണ്ട വേറെ ചില കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ആ കാര്യം നടന്നു കിട്ടുകയാണെങ്കിൽ എന്നുള്ള നിലക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മളിതുവരെ എത്തി. ആ കാര്യത്തിലൊരു പൂർണ്ണമായ ധാരണ ഇപ്പോഴും ആയിട്ടില്ല. കാര്യമുണ്ട്, ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അള്ളാഹു അത് നമുക്ക് എളുപ്പമാക്കി തെരുമാറാകട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ എല്ലാവരോടും പറയുന്നു, പരിക്കുള്ള ഒരു ഓഹരി നമ്മളൊക്കെ കൊടുക്കണം. എന്താ പരിക്കുള്ള ഓഹരി പറഞ്ഞാൽ? കൊടുത്താൽ നമ്മളൊന്ന് സ്വീപ്പാവും. അങ്ങനത്തെ ഓഹരി നമ്മൾ ഇന്നേ വരെ ഒരു ദാനത്തിലും കൊടുക്കാത്തൊരു ഓഹരി നമ്മളിരിക്കുന്ന പള്ളിയാണ്. നമ്മളതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് മദ്രസയാണ്. മദ്രസയിൽ നമുക്ക് ചില പരിമിതികളുണ്ട്. മദ്രസ നമ്മൾ ഇവിടെയും അപ്പുറത്തൊക്കെ ആയിട്ടാണ് നടത്തുന്നത്. നമ്മളെ മദ്രസ ഈ പ്രദേശങ്ങളിലെ 10-20 മദ്രസകളിലെ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തൊക്കെ വന്ന മദ്രസയാണ്. നമ്മളെ കുട്ടികളെ വിളിക്കും, ഏത് കുട്ടികളെ വിളിക്കും? ഖുർആൻ ഓദിക്കും. ഞാനതാ പറയുന്നത്. നമ്മളെ മദ്രസ പഠിക്കണ ഏത് കുട്ടിനെ വിളിക്കും? നിങ്ങൾ ഖുർആൻ ഓദിക്കും. ഖുർആൻ പാരായണത്തിൽ അവരുടെ മികവ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഖുർആൻ പാരായണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ പോണത്. അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ പോണത്. ഇപ്പം എൻ്റെ വീട്ടിൽ മോളിങ്ങനെ സ്റ്റൂളുമൊക്കെ ആയി ഇങ്ങനെ ടിക്കിടണാണ്. അതെന്താ? ഒരു ചാർട്ട് ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. അവരുടെ സുന്നത്ത് നോമ്പും അവരുടെ നിസ്കാരവും കാര്യമൊക്കെ ടിക്ക് ചെയ്യാൻ. കുറച്ച് കുട്ടികളായതുകൊണ്ട് ഓരോരുത്തരെയും മോണിറ്റർ ചെയ്ത് പോകാൻ നമുക്ക് പറ്റുന്നുണ്ട്. മദ്രസയിലെ കുറവുകളും പിന്നെ എന്താ പറയുക കാര്യങ്ങളൊക്കെ പരിഹരിച്ച് നമ്മൾ പോവുകയാണ്. ഒരു 6-8 മാസം കൊണ്ട് പൂർണ്ണമായ മദ്രസ സിസ്റ്റത്തിലേക്ക് ഇൻഷാ അല്ലാഹ് മാറണം. അപ്പം അതിന് നിങ്ങളുടെയൊക്കെ സ്വതക്ക നമുക്ക് ആവശ്യമുണ്ട്. അത് അവിടെ ബക്കറ്റ് വെച്ച് പിരിക്കല്ല. അത് ബക്കറ്റ് വെച്ച് നമ്മളെന്ന് പിരിക്കണ പൈസ അത് പള്ളിയുടെ നടത്തിപ്പോയി. 1,00,000 റുപ്യ ഈ മാസം നമുക്ക് ആവശ്യമുണ്ട്. 1,00,000 റുപ്യ ഈ മാസം നമുക്ക് ആവശ്യമുണ്ട്. അതിലേക്കാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അത് നാഫിയായ ഇൽമിനെ സപ്പോർട്ട് ചെയ്യുന്ന ജാരിയായ ഇനത്തിൽപ്പെട്ടതാണ്. എന്തായാലും ആ കാര്യം പറയാണ്. പിന്നെ ഇന്നലെ രാത്രി സ്ത്രീകളോട് പറഞ്ഞ പോലെ ഇത് നിങ്ങളൊരിക്കലും തമാശയായിട്ട് എടുക്കരുത്. ഞാൻ പറയണം, സ്ത്രീകൾ ഒരിക്കലും തമാശയായിട്ട് എടുക്കരുത്. നമുക്കൊക്കെ ആഭരണങ്ങളുണ്ട്. സക്കാത്ത് കൊടുക്കാതെ മുടങ്ങിക്കിടക്കുന്ന ധാരാളം ആഭരണങ്ങളുള്ള സ്ത്രീകളുണ്ട്. നമ്മളെ പള്ളിയിൽ വരുന്ന സ്ത്രീകൾ ഓരോരുത്തരും
അവരുടെ ആഭരണങ്ങളിൽ നിന്ന് ഒന്നെടുത്ത് സദക്കൻ്റെ ഇനത്തിലേക്ക് എടുത്തിട്ടാൽ തീരണ കൺസ്ട്രക്ഷനേ നമുക്കുള്ളൂ. മനസ്സിലായില്ലേ? തീരണ കൺസ്ട്രക്ഷനേ നമുക്കുള്ളൂ. 2, 3, 4 വളമുള്ള ഒരു സ്ത്രീ ഒരു വള എടുത്തിട്ടാൽ അല്ലേ, മാല ഒന്നാണ് ചെറുതാക്കാൻ തീരുമാനിച്ച് ആണ് കൊടുത്താൽ, അങ്ങനെയാണ് കൊടുത്താൽ പരിക്കുള്ള ഓഹരി എന്ന് ഞാൻ അതിനാ പറഞ്ഞത്. അങ്ങനെയാണ് കൊടുത്താൽ പടച്ചിറപ്പ് സഹായിക്കും. ഞാൻ ഇന്നലെ ഓർമ്മാക്കിയ പോലെ ഇവിടെ നമ്മളെ ഒരു മോള് 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ മാത്രം പഠിക്കുന്ന ഒരു കുട്ടി അന്ന് ഇത് ആദ്യം പറഞ്ഞ കഴിഞ്ഞ വർഷത്തെ വെള്ളിയാഴ്ചയിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഈ വിഷയം പറഞ്ഞത്. ആ വെള്ളിയാഴ്ചയിൽ നമ്മൾ ആ പറഞ്ഞ കാര്യത്തിന് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള എന്താ പറയുക വെള്ളിയാഴ്ച ഒരു കമ്മൽ എൻ്റെ കയ്യിൽ തന്നിട്ടാണ് എന്ത് ചെയ്തത്. ചെറിയൊരു മോള് അവള് വീട്ടിൽ പറഞ്ഞ് വാപ്പാനും ഉമ്മാനും പറഞ്ഞ് സമ്മതിപ്പിച്ചു എന്നാണ് എൻ്റെ അടുത്ത് അവരുടെ സഹോദരൻ പറഞ്ഞത്. അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് തന്നതാണ്. അതൊക്കെ മാതൃകകളാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പൈസ ഓഫർ പറയാം, ഓഫർ അറിയിച്ചിട്ട് ഒരു 6 മാസം കൊണ്ട് കൊടുത്ത് തീർക്കുന്ന രീതിയിൽ ആ ഒരു സംരംഭവുമായി നമ്മളൊക്കെ സഹകരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. ഇന്ന് പുറത്ത് അത് രേഖപ്പെടുത്താനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് പേര് പറഞ്ഞൊന്ന് രേഖപ്പെടുത്തി പോയാൽ നമുക്കതിലൊരു വ്യക്തത കിട്ടും. 1760 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ പൈസ. അതങ്ങനെ കണക്കാക്കിയത് നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു സ്ക്വയർ ഫീറ്റിലെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിൽ വേണം. ആ ഒരു സ്ക്വയർ ഫീറ്റ് നമുക്ക് ഖബറിലേക്ക് നമ്മൾ മരിച്ചാൽ അതോടെ കിടക്കും. നമ്മളൊരു ബ്രാൻഡഡ് ഷർട്ട് എടുക്കണ പൈസ ആയിട്ടില്ല. നമ്മളെ ഫോണിൻ്റെ പൈസ ഒന്ന് ഹരിച്ചു നോക്കി എത്ര ഉറുപ്പ്യ ഉണ്ടാകും എന്നുള്ളത്, എത്ര സ്ക്വയർ ഫീറ്റിൻ്റെ പൈസ ആയിരിക്കും എന്നുള്ളത്. നമ്മളെ വണ്ടിയിൽ നമ്മൾ എണ്ണ അടിക്കണ പൈസ. അപ്പം അതുകൊണ്ട് ഈ അവസാനത്തെ 10ലെ അവസാന ദിനങ്ങളിലെ പുണ്യകരമായ ഈ നിമിഷത്തിൽ അത് നമ്മൾ നിയ്യത്താക്കണം എന്നുള്ള കാര്യം ഞാൻ എല്ലാവരും ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, പാപങ്ങൾ പുറത്തു കിട്ടുന്ന മറ്റൊരു കാര്യം നമസ്കാരമാണ്. ഒരു വ്യക്തിയുടെ നമസ്കാരം, ഒരു നിസ്കാരം മുതൽ അടുത്ത നമസ്കാരം വരെയുള്ള കാര്യങ്ങൾ അവൻ്റെ പാപങ്ങളെ പൊറുക്കുന്നതാണ്. നിസ്കാരം എപ്പോഴും ഒന്ന് റൂട്ടിലാക്കാൻ കഴിയാത്ത കുറച്ചെങ്കിലും ആളുകളൊക്കെ എല്ലാ പള്ളിയിലും ഉണ്ടാകും. വക്തിന് നിസ്കരിക്കാത്ത, ജമാഅത്തായി നിർവഹിക്കാത്ത, അല്ലേ? പുരുഷനാണെങ്കിൽ ജമാഅത്തായി നിർവഹിക്കൽ ഫർളാണ്, സ്ത്രീ ആണെങ്കിൽ വക്തിന് നിർവഹിക്കൽ ഫർളാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ചിട്ടപ്പെടുത്തണം, ഒന്ന് നിയ്യത്താക്കുക. നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് നല്ലോണം പ്രാർത്ഥിക്കുക. മറ്റൊന്ന്, ദിക്റുകൾ നമ്മുടെ പാപങ്ങളെ കരിച്ചു കളയുന്നതാണ്. ജനാസ നിസ്കാരം നമ്മുടെ പാപങ്ങളെ കരിച്ചു കളയുന്നതാണ്. ജനാസ നിസ്കാരം 40 തൗഹീദുള്ള മനുഷ്യർ ഒരു വ്യക്തിക്ക് വേണ്ടി ജനാസ നിസ്കരിച്ചാൽ ആ വ്യക്തിയുടെ പേരിൽ ആ 40 തൗഹീദുള്ള ആളുകൾ നടത്തുന്ന നമസ്കാരം കൊണ്ട് അയാളുടെ പാപങ്ങൾ പുറത്തു കിട്ടും എന്നാണ്. വിശ്വാസികൾ പരസ്പരമുള്ള പ്രാർത്ഥന, അല്ലേ? ഞാനിവിടെ ഓതി വെച്ച വചനം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും. അല്ലദീന യഖൂലുന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. ഞങ്ങളിന്ന് കഴിഞ്ഞുപോയ വിശ്വാസികൾക്കും അല്ലാത്തവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ പടച്ചോനെ എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ ആ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ എടുക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായി ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, റമദാൻ ആയതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ 3-4 മിനിറ്റ് നമ്മളേറെ എടുക്കുന്നത്. അഫ്വാൻ. നമ്മൾ ഒരുപാട് നന്മകളിലൂടെയാണ് വന്നത്. നോമ്പൊക്കെ നോൽക്കാൻ പറ്റി അൽഹംദുലില്ലാഹ്. ഈ ദിവസം വരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ നോമ്പ് നോൽക്കാൻ കഴിയാത്തതുള്ളൂ. അവർ നോമ്പ് നോറ്റവരെ പോലെയാണ് ജീവിച്ചത്. പിന്നെ രാത്രി നിസ്കാരങ്ങൾ മിക്കവാറൊക്കെ നമ്മുടെ പള്ളിയിൽ വളരെ ദൂരത്തു നിന്നല്ലാതെ വരുന്ന ആളുകളൊക്കെ, മിക്കവാറും ആളുകളൊക്കെ പള്ളിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ എഴുത്തിക്കാഫ് ഒറ്റയിട്ട രാവുകളിലൊക്കെ 10-50 ആളുകളാണും പെണ്ണൊക്കെ. ഇന്നലെ 28 സ്ത്രീകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെ രാത്രി മുഴുവൻ ഇരുന്ന് ഓത്തും ഖുർആൻ പാരായണവും ഒക്കെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല സ്വതക്കകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, പല സ്വതക്കകൾ കൊടുത്തു, അല്ലേ? ഇങ്ങനെ അദ്കാറുകൾ പലതും ചൊല്ലി പല ക്ലാസ്സുകളിലും നമ്മൾ പങ്കെടുത്തു ഒക്കെ ചെയ്തു. അതൊക്കെ ഇനി പഠിച്ചു സ്വീകരിക്കണം. അത് സ്വീകരിക്കുക എന്നുള്ളത് ചെയ്യുന്നതിലേറെ വലിയ പണിയാണ്. ഭൂമിയിലെ പിന്നെ എന്താ പറയുക, മുഴുവൻ സമ്പാദ്യം എനിക്ക് കിട്ടുന്നില്ലേറെ നല്ലത് ഞാൻ നിസ്കരിച്ച 2 റക്അത്ത് പഠിച്ചോ സ്വീകരിച്ചോ ഇല്ലേ എന്ന് അറിയലാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും. അതുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ ഞങ്ങളുടെ അടുത്ത് നിന്ന് സ്വീകരിക്കണേ എന്ന് നമ്മൾ ഓരോരുത്തരും ശരിയായി പ്രാർത്ഥിക്കണം. മറക്കാതെ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈദ് മുസ്സലയിൽ ഇരുന്ന് കരഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, എന്ത് നിങ്ങളൊന്നും കരയണത്? ഞാൻ അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താ അറിയോ? ഇന്നലെ വരെ കുറേ അമൽ ചെയ്തു, അതൊക്കെ
പഠിച്ചോ സ്വീകരിച്ചോന്ന് അറിയില്ല എന്നാണ്. അതുകൊണ്ട് സ്വീകാര്യതയ്ക്ക് വേണ്ടി റബ്ബനാ തഖബ്ബൽ മിന്ന എന്ന് നിരന്തരം ഇരുത്തത്തിലും നടത്തത്തിലും ഒക്കെ നമ്മൾ മനസ്സറിഞ്ഞ് പറയണം. അതോടൊപ്പം റബ്ബനാ ഗഫിർ ലനാ, പടച്ചോനെ പുറത്തു കൊണ്ട, റബ്ബനാ തഖബ്ബൽ മിന്ന റബ്ബനാ ഗഫിർ ലനാ, റബ്ബനാ തഖബ്ബൽ മിന്ന റബ്ബനാ ഗഫിർ ലനാ, ഇത് നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതോടൊപ്പം ഈ നോമ്പിൻ്റെ കുഴപ്പങ്ങളുടെ പരിഹാരമാണ് സക്കാത്തുൽ ഫിത്തർ. അത് എല്ലാവരും കൊടുക്കാനുള്ളതാണ്. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞു, അത് അന്നത്തെ ദിവസത്തെ ചെലവ് വീട്ടിലുള്ള ആളുകളൊക്കെ കൊടുക്കണം. ഫർളാണത്, നിസ്കാരം ഫർളാണ്. നമ്മൾ 120 രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത്. ചില ആളുകൾ കടം വാങ്ങിയിട്ടായിരിക്കും കൊടുക്കേണ്ടത്. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അത്തരം വ്യക്തികൾക്ക് അവരെ കൃത്യമായി പരിഗണിച്ചുകൊണ്ടാണ് സക്കാത്തുൽ ഫിത്തർ പൊതുവെ വിതരണം ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു കാര്യവും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് ഈദ് സ്വല എപ്പോഴും പോലെ തന്നെ നമ്മൾ സാധാരണ നിസ്കരിക്കാറുള്ള ആ സ്ഥലത്ത് വെച്ച് തന്നെ ഇൻഷാ അല്ലാഹ് നടക്കും. 7:15 നമ്മൾ സമയം നിശ്ചയിച്ചിട്ടുള്ളത്. 7:15 ഒരു 7:18 7:19 വരെയൊക്കെ പോകുന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് പറ്റില്ല. നല്ല ചൂടും വെയിലൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ വാഹനങ്ങളൊക്കെ നേരത്തെ തന്നെ ക്രമീകരിക്കുക. ആരുടെ വണ്ടിയിൽ കയറും, എങ്ങനെ വരും എന്നുള്ള രൂപമൊക്കെ ഉണ്ടാക്കുക. പുതിയ വസ്ത്രം നമ്മൾ എടുത്തിട്ടുണ്ടാകും. പൈസ ഉണ്ടെങ്കിൽ ഒരു ചെറിയ പുതിയ വസ്ത്രം എന്തായാലും എടുക്കാത്തവർ, അത് പെരുന്നാളിൻ്റെ സുന്നത്ത് പെട്ടതാണ്. പുരുഷന്മാർ അത്തർ പുരട്ടി പോരുക, സ്ത്രീകൾ അത്തർ പുരട്ടേണ്ടതില്ല. ഹൈദുള്ള സ്ത്രീകളടക്കം വരട്ടെ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടോ. ആരെങ്കിലും മെരട്ടിന് നിന്ന് കൊടുക്കരുത് കേട്ടോ. പിന്നെ മജ്ലിസ് നൂറിന് പോകാം, പക്ഷേ പെണ്ണിന് പള്ളിയും പരിപാടിയൊന്നും പറ്റൂല എന്ന് പറയണേ മെരട്ടലിന് നിന്ന് കൊടുക്കരുത്. ഞാൻ അതിന് അങ്ങനെ തന്നെ പറയാം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് എന്താ? കുന്നാനു ഉമർ വന്നുഖറജ, ഞങ്ങളോട് പോകാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു. ഞങ്ങളുടെ ടെന്റുകളിലുള്ള കന്യകകളോടും പിന്നെ എന്താ പറയാ മെൻസസ് ഉള്ള സ്ത്രീകളോടൊപ്പം പോകാറുണ്ടായിരുന്നു. വസ്ത്രമല്ല, പൊതുവെ പെരുന്നാൾക്ക് വസ്ത്രമൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിക്കും. ഇനി വസ്ത്രമല്ലെങ്കിൽ കൂട്ടുകാരിയുടെ ജിൽബാബ് കടം വാങ്ങിപ്പോകാൻ മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ്. അത്ര ക്ലിയർ ആ വിഷയം. നിങ്ങൾക്ക് നിങ്ങളെ പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുവരാൻ മസ്അലയിൽ ബേജാറുണ്ടെങ്കിൽ കേട്ടോളി. എന്താ? ഇബ്നുൽ മുൻദറും അല്ലാത്തവരും ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്, പെണ്ണ് പള്ളിയിൽ വന്ന് നിസ്കരിക്കൽ ജായിസാണ്, അതിലൊരു കുഴപ്പമില്ലാതെ ഒരു ബേജാറും വേണ്ട. 2 ആഴ്ച ആൾക്കാർ ചോദിക്കും, നോക്കും, 3-ാമത്തെ ആഴ്ച ശരിയാവും. ഭാര്യനൊന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി ചീത്തറല്ല, ധൈര്യം കൊടുത്ത് ഉഷാറാക്കണം. പുരുഷന്മാർ വരാതെ സ്ത്രീകൾ മാത്രം വരുന്നവരുണ്ട്. വക്കാണേറ്റതുകൊണ്ടാവില്ല, പറഞ്ഞു കൊടുക്കണം, നിരന്തരം പറഞ്ഞു കൊടുക്കണം കേട്ടോ. നമ്മൾ കേട്ട ഖുത്ബയുടെ അവർ മാത്രം കേൾക്കേണ്ട ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കണം. ഖുത്ബ ഇറങ്ങണതിൻ്റെ സൗകര്യം അതാണ്. അടയാളപ്പെടുത്തി അവരോട് ഇത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി, വേറൊന്നും നിങ്ങൾ കേൾക്കണ്ട എന്ന് പറയണം. അങ്ങനെ അവരെ നിരന്തരം ബോധ്യപ്പെടുത്തി സുഹൃത്തുക്കളെ വെളിച്ചത്തിലേക്ക് മനുഷ്യരെത്തണം. നമ്മളൊരു ഇലക്ഷൻ മത്സരിക്കണില്ലല്ലോ, ഉണ്ടോ? നമ്മൾ എവിടെയെങ്കിലും സംഘടന ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ ഫോട്ടോകൾ എവിടെയെങ്കിലും ഫ്ലക്സിൽ കണ്ടിട്ടുണ്ടോ? ഒറ്റ കാര്യമുള്ളൂ, അള്ളാഹുവിൻ്റെ കലിമ ഉന്നതമാകണമെന്ന ഉദ്ദേശമല്ലാതെ മറ്റൊരു ഉദ്ദേശവുമില്ലാതെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. മാറി നിൽക്കുന്നതും വിട്ടു നിൽക്കുന്നതും എന്തിനാണ്? ദീന് പാലിക്കാൻ വേണ്ടി മാത്രമാണ്. ചേർന്ന് നിൽക്കേണ്ട ഒരു പോയിന്റിലും, ചേർന്ന് നിൽക്കാവുന്ന ഒരു പോയിന്റിലും ഒരു നിമിഷം പോലും വിട്ടു നിൽക്കില്ല. മുസ്ലിം സമുദായത്തിനു വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ടിടത്തൊക്കെ ആദ്യത്തെ ശബ്ദമായി ഉണ്ടാകും, ആദ്യത്തെ വാക്കു പറയും, ഒരു സംശയം അതിലില്ല. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് കൂടുതൽ കരുത്തോടുകൂടെ വിശ്വാസത്തെ, നിലപാടിനെ ശക്തിപ്പെടുത്തി പോകാൻ പറ്റണം. പെരുന്നാളിന് നമ്മൾ വരുമ്പോൾ ഇത്തിരി ഭക്ഷണം കഴിച്ചാണ് വരേണ്ടത്. ഒരു വഴിയിലൂടെ പോയി വേറൊരു വഴിയിലൂടെയാണ് വരേണ്ടത്. വീട്ടിൻ്റെ ഇതിലെ പോവുക, കയ്യിലിറങ്ങുക, അല്ലേ? ആ രീതിയിൽ എല്ലാ സുന്നത്തുകളും പാലിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്ത് തൗഹീദിനെ സാക്ഷാത്കരിക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു അനാഥത്വത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരെ അള്ളാഹു വൈധവ്യത്തിൻ്റെ യുവത്വത്തിലെ വൈധവ്യത്തിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുപ്പക്കാരെ അള്ളാഹു ചെറുപ്പകാലത്തുള്ള വിഭാരിതയിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉള്ളിലുള്ള പാപങ്ങളെ കഴുകിക്കളയാനുള്ള ആത്മാർത്ഥമായ ഇച്ഛയെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ലഹരിയിൽ അടിപ്പെട്ട നമ്മുടെ യുവാക്കളും ചെറുപ്പക്കാരും സത്യസന്ദേശത്തിലേക്ക് തിരിച്ചെത്തി സമുദായത്തിന് അപമാനമാകുന്ന ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ, നമ്മുടെ പെൺകുട്ടികളിൽ, നമ്മുടെ ആൺകുട്ടികളിൽ അള്ളാഹു സുരക്ഷിതത്വത്തിൻ്റെ വലക്കണ്ണികൾ വിരിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ വഴിയിൽ സഞ്ചരിച്ച് ജീവിക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു നൽകുമാറാകട്ടെ. വ്യത്യസ്തമായ ശാരീരിക വൈഷമ്യതകൾ കൊണ്ട് വിഷമമനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഈ സദസ്സിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും അള്ളാഹു അതിൽ നിന്നൊക്കെ ആശ്വാസത്തെയും മോചനത്തെയും നൽകുമാറാകട്ടെ. ദീർഘായുസിനെയും ആഫിയത്തിനെയും അള്ളാഹു നൽകുമാറാകട്ടെ.
ഒരു നിമിഷം പെട്ടെന്ന് മരിച്ചു എന്ന് കേൾക്കുന്നതിന് പകരം ഇസ്തിഗ്ഫാറിനും തൗബക്കും അവസരം കിട്ടി. പറയാനുള്ളത് പറയാനും ചോദിക്കാനുള്ളത് ചോദിക്കാനും ഒക്കെ നേരം കിട്ടി. ഈ സത്യത്തിൻ്റെ വഴിയിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നതിനിടക്ക് മരിച്ചു വീഴാനുള്ള മഹാതൗഫീഖിന് അള്ളാഹു നൽകുമാറാകട്ടെ. ദുന്യാവിൻ്റെ അപമാനങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാറാവ്യാധികളിൽപ്പെട്ടവർക്ക് അള്ളാഹുദിൽ നിന്ന് സംരക്ഷണം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നൽകിയ നെറ്റിത്തടം കൊണ്ട് അവൻ്റെ ദീനിൻ്റെ വഴിയിൽ സുജൂദ് ചെയ്ത് സഞ്ചരിക്കുന്ന ആത്മാഭിമാനത്തിൻ്റെ വിശ്വാസത്തിലും നിലപാടിലും ഈ മണ്ണിൽ എന്നെന്നും നിലനിൽക്കാനുള്ള തൗഫീഖിന് അള്ളാഹു നൽകുമാറാകട്ടെ. ആട്ടിയിറക്കപ്പെട്ട കുടിയിറക്കപ്പെട്ട മനുഷ്യർക്ക് അവരുടെ വീടുകൾ അള്ളാഹു തിരിച്ചു നൽകുമാറാകട്ടെ. സെല്ലുകളിൽ കഴിയുന്നവർക്ക് അള്ളാഹു മനക്കരുത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിം യുവത്വത്തിന് അള്ളാഹു വിവേകത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ശത്രുവിൻ്റെ ഉപകരണങ്ങളായി മാറുന്ന ദുരന്തത്തിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഗസയിലും അതുപോലത്തെ ദേശങ്ങളിലും വേദന അനുഭവിക്കുന്നവർക്ക് അള്ളാഹു അതിൽ നിന്ന് ആശ്വാസത്തെ നൽകുമാറാകട്ടെ. വിവേകത്തിൻ്റെ നേതൃത്വങ്ങളെ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനത്തെ അള്ളാഹു കൂടുതൽ ഉയർച്ചയിലേക്ക് എത്തിക്കുമാറാകട്ടെ. അടുത്ത റമദാൻ വരുമ്പോഴേക്ക് നമ്മുടെ പദ്ധതി പൂർത്തീകരിക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ നന്മയിൽ സഞ്ചരിക്കുന്ന എല്ലാവരുടെയും ദീർഘായുസ്സും ആഫിയത്തും പ്രധാനമാണ്. ഈ സ്ഥാപനവും ഇതിൻ്റെ അനുബന്ധങ്ങളും അനാഥമാകും വിധമുള്ള എല്ലാത്തരം പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ പള്ളികൾ ഉയരുന്നുണ്ട്. ഒക്കെ അടുത്ത റമദാനിന് മുമ്പ് അതിൽ നിന്നൊക്കെ ബാങ്കുലി മുഴങ്ങാനും നിറഞ്ഞ സദസ്സിൽ പള്ളികളെല്ലാം അള്ളാഹുവിൻ്റെ തൗഹീദ് സംസാരിക്കുന്ന ഇടങ്ങളാകാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اذل الشرك والمشركين اللهم اذل الشرك والمشركين اللهم انصر المجاهدين بغزة يا رب العالمين اللهم انصر المجاهدين بغزة يا رب العالمين اللهم انصر المجاهدين بكل مكان يا رب العالمين آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله عليه وسلم.